അന്തരീക്ഷം കടന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ ഒരു പക്ഷിക്ക് പറക്കാൻ കഴിയുന്ന സ്ഥലം വരെയാണ് അന്തരീക്ഷം. അന്തരീക്ഷം കഴിഞ്ഞ് മുകളിലേക്ക് പോകണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുടെ കടാക്ഷവും കൃപയും ദയയും വാത്സല്യവും ഇല്ലാതെ പറ്റില്ല എന്ന് പണ്ട് നീൽ ആംസ്ട്രോങ് പറഞ്ഞതുപോലെ ഈ കാലത്ത് നമുക്കിന്ന് കാണാനും കേൾക്കാനും കഴിഞ്ഞ സുനിത വില്യംസ് തെളിയിച്ചു. അവർ ഭൂമിയിലേക്ക് മടങ്ങി വന്നു, ചിരിച്ചുകൊണ്ട് വന്നു. നമ്മൾ ചിന്തിക്കുന്ന ശാസ്ത്രം വലുതാണ്, മനുഷ്യനൊക്കെ ചെറുതാണ്, ആധ്യാത്മികത ചെറുതാണെന്ന് ചിന്തിക്കുന്നവരല്ല. അവരും അന്ന് കൂടിയ പത്രലേഖകരോട് പറഞ്ഞത് ഇത് പ്രകൃതിയിലെ ഒരു ശക്തിയാണ് ഞങ്ങളെ മുകളിലേക്ക് എത്തിച്ചത്. സ്വന്തം പഞ്ചായത്തിൽ പോലീസുകാരൻ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തു വന്ന് അന്വേഷിച്ച് തിരിച്ചറിയാത്തവരാണ് ഇതിനെ വിമർശിക്കുന്നത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന, ലോക ശ്രദ്ധ നേടിയ ഈ സുനിത വില്യംസിനെ പോലെയുള്ള ഈശ്വരൻ അനുഗ്രഹിച്ച മഹാത്മാക്കൾ പറയുന്നു പ്രകൃതി ശക്തിയാണ് ഞങ്ങളെ ചന്ദ്രനിൽ നിന്നിവിടെ എത്തിയത്. അവരെ പോലെയുള്ള ആളുകൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മളൊക്കെ പൂർണ്ണസമയം ആധ്യാത്മിക കാര്യത്തിന് ഇറങ്ങിയത്. നമുക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണല്ലോ എന്ന് ചിന്തിക്കുന്നതും ഇതറിയാത്ത ഒരു സമൂഹം ജാതിയും രാഷ്ട്രീയ ചിന്തയുമൊക്കെ കൈവടിഞ്ഞ് ഇലക്ഷൻ വരുമ്പോൾ ആർക്കെങ്കിലും വോട്ട് ചെയ്തോളൂ, ഏത് ജാതി ആയിക്കോളൂ, ഈ പ്രപഞ്ച സംസ്കാരത്തെ, പ്രപഞ്ച സത്യത്തെ നമ്മൾ തള്ളിക്കളയരുത്, അതിനെ നിരസിക്കരുത്. പണ്ട് പറയും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നശിക്കും, വന്നിച്ചാൽ വലുതാവാം. പൗർണമിക്കാവിൽ അമ്മയുടെ നടയിലാണ് ശ്രീ സുനിൽ പള്ളിക്കൽ, അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. ഞാൻ അങ്ങയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ശാസ്ത്രവും ഭക്തിയും ദൈവവും ഒക്കെ തമ്മിലുള്ള ഒരു മത്സരമാണ്. സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അവർ സുരക്ഷിതയെ എത്തിയതിലോ അവർക്കുണ്ടായ നേട്ടങ്ങളിലോ ഒന്നും അറിയണ്ട. അങ്ങ് എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് മാഡം. കാരണം ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്നൊക്കെ പണ്ട് നമ്മൾ പേരുകൾ കേട്ടിട്ടുണ്ട് സിനിമകളിൽ. പക്ഷേ മനുഷ്യൻ ആധ്യാത്മികമായി ഉണർന്നാലേ ശാസ്ത്രത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാഡത്തിന് തന്നെ അറിയാം, ഇവിടെ മാസം തൊഴാൻ വരുന്ന നമ്മുടെ പൗർണമിക്കാവിൻ്റെ ഭക്തനായ ISRO ചെയർമാൻ സോമനാഥ് സാറും അന്ന് മാഡത്തിനോട് തന്നെ പറഞ്ഞതാണ്, അനേകം ദൃശ്യമാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങളുടെ സയൻസ് ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്താൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പോസിട്രോൺ, എക്കോൺ എനർജി ആ തലം വരെ എത്തിയിട്ടുള്ളൂ. ആ എനർജിക്ക്, ശക്തിക്കപ്പുറത്ത് പ്രകാശം എന്നൊരു മഹത്തായ സങ്കല്പമുണ്ട്. മണ്ണിൽ, വിണ്ണിൽ, തൂണിൽ, തുരുമ്പിൽ, കല്ലിൽ, പുല്ലിലെല്ലാം ആ ചൈതന്യം നിലനിൽക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ആധ്യാത്മികമായ ഒരു സംസ്കാരത്തിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും കൃപയും കടാക്ഷവും ഉണ്ടെങ്കിലേ വിജയിക്കൂ എന്ന് ഇപ്പോൾ നമുക്ക് 2 ദിവസം മുമ്പ് വെളുപ്പം കാലത്തെ 3:30 മണിക്കാണ് നമ്മളത് കണ്ടത്. സുനിത വില്യംസ് ഭൂമിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. അവർ പറഞ്ഞു, ഇതെന്നെ എത്തിച്ചത് ഞാൻ വായിച്ച പുരാണ ഗ്രന്ഥങ്ങളും ഞാൻ ആകാശത്തിരിക്കുമ്പോൾ ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ട് 14 ലോകം, അതലം, വിതലം, സുതലം, തലാതലം, പാതാളം എന്ന താഴോട്ടുള്ളതുപോലെ ഓം ഭൂർഭുവ സ്വാഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. അതിൽ ഭുവർലോകം, സ്വർലോകം, മകർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. അന്തരീക്ഷം കടന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ ഒരു പക്ഷിക്ക് പറക്കാൻ കഴിയുന്ന സ്ഥലം വരെയാണ് അന്തരീക്ഷം. അന്തരീക്ഷം കഴിഞ്ഞ് മുകളിലേക്ക് പോകണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുടെ കടാക്ഷവും കൃപയും ദയയും വാത്സല്യവും ഇല്ലാതെ പറ്റില്ല എന്ന് പണ്ട് നീൽ ആംസ്ട്രോങ് പറഞ്ഞതുപോലെ ഈ കാലത്ത് നമുക്കിന്ന് കാണാനും കേൾക്കാനും കഴിഞ്ഞ സുനിത വില്യംസ് തെളിയിച്ചു. അവർ ഭൂമിയിലേക്ക് മടങ്ങി വന്നു, ചിരിച്ചുകൊണ്ട് വന്നു. അവരെ കടലിലേക്ക് ഇറക്കിയ ആ ഒരു പ്രത്യേക അന്തരീക്ഷം നമ്മൾ കണ്ടു. ആ ഇറക്കിയ വാഹനത്തിൻ്റെ ഒരംശം കടലിനോട് ലയിച്ച് ചേർന്നു. അവർ സുന്ദരമായി ഇറങ്ങി വന്നു. ഇത്രയും കാലം അവിടെ താമസിച്ച ഒരാൾ ഈ ഭൂമിയുടെ അന്തരീക്ഷവുമായി ബന്ധപ്പെടണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ തെറ്റിപ്പോകാം, ശാരീരികമായും മാനസികമായുമുള്ള അവസ്ഥയൊക്കെ പോകാം. പക്ഷേ അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പുഞ്ചിരി പൊഴിച്ച് കൈപിടിച്ചിറങ്ങി വന്നയാൾ ഇനി ഭൂമിയുമായി ബന്ധപ്പെടാൻ 2 മാസവും കൂടി വേണമെന്നാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിനെ ചെറുതായി കണ്ടാൽ നമ്മൾ ചെറുതാവും, ഇതിനെ വലുതായി കണ്ടാൽ വലിയ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അവരും നമ്മൾ ചിന്തിക്കുന്ന ശാസ്ത്രം വലുതാണ്, മനുഷ്യനൊക്കെ ചെറുതാണ്, ആധ്യാത്മികത ചെറുതാണെന്ന് ചിന്തിക്കുന്നവരല്ല. അവരും അന്ന് കൂടിയ പത്രലേഖകരോട് പറഞ്ഞത് ഇത് പ്രകൃതിയിലെ ഒരു ശക്തിയാണ് ഞങ്ങളെ മുകളിലേക്ക് എത്തിച്ചത്. ഭാഗവതത്തിൽ അർക്കേന്ദു ഗതിഭേദം എന്നൊരു ചാപ്റ്ററുണ്ട്. അർക്ക ഇന്ദു ഗതിഭേദം. അർക്കൻ സൂര്യൻ, ഇന്ദു ചന്ദ്രൻ. അപ്പോൾ ഈ സൂര്യനും ചന്ദ്രനും
ജഗദംബയുടെ ദേവിയുടെ 2 കണ്ണുകളാണ്. മൂന്നാമത്തെ കണ്ണാണ് ദീപം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ. അമ്പകം കണ്ണാണ്. 3 കണ്ണുകൾ ഉള്ളവളെ, ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ. എൻ്റെയോ കവിതാ മാഡത്തിൻ്റെയോ കണ്ണിൽ ഒരാൾ പെട്ടാൽ ആ കണ്ണിൽപ്പെടുന്ന ആളിനെ നമ്മുടെ ശ്രദ്ധാവലയത്തിനുള്ളിൽ നിരീക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ചന്ദ്രമണ്ഡലത്തിലേക്കും സൂര്യമണ്ഡലത്തിലേക്ക് പോകാൻ പറ്റില്ല. ചന്ദ്രമണ്ഡലത്തിലേക്ക് പോകുന്ന ഒരാളിനെ ഇത്രയും സമയം സ്വന്തം കുഞ്ഞിനെ പോലെ സംരക്ഷിച്ച് താലോലിച്ച് വളർത്തി ഒരു കൊച്ചു കുഞ്ഞിൽ കാട്ടുന്ന ശ്രദ്ധ ഈ ബഹിരാകാശ പേടകത്തിൽ ഇരിക്കുന്ന സുനിത വില്യംസിനോട് കാട്ടിയതുകൊണ്ടും താഴെ വന്നപ്പോൾ ഇത് ഭൂമിയാണെന്ന് എനിക്ക് മനസ്സിലായി, ചന്ദ്രനിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞത് കേട്ടു, വായിച്ചു. അവിടെ നിന്നപ്പോഴാണ് ലോകം മുഴുവൻ നമ്മുടേതാണല്ലോ എന്ന് തോന്നിയത് എന്ന് പറഞ്ഞത് നമുക്ക് ഹൃദയസ്പർശിയായി നമുക്ക് വായിക്കാൻ സാധിച്ചു, കേൾക്കാൻ സാധിച്ചു, അറിയാൻ സാധിച്ചു. അവരും തെളിയിച്ചത് ഈ പ്രപഞ്ച മാതാവ് ജഗന്മാതാവിൻ്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ചലിക്കാൻ സാധിക്കില്ലെന്നാണ്. ചന്ദ്രനിലൊരു മാറ്റം വരുന്നത് കടലിലെ ജീവജാലങ്ങൾ തിരിച്ചറിയുന്നു. ഒരു കക്ക ഒരു പേടകം പോലെ കടലിലൂടെ ഒഴുകി വന്ന് ചന്ദ്രനിൽ നിന്ന് വരുന്ന ഒരു രശ്മി സോമരശ്മിയാണ്. ആ സോമരശ്മി അതിനുള്ളിലേക്ക് ഒരു തുള്ളി ജലവുമായി ആകാശത്ത് നിന്ന് പതിക്കുമ്പോൾ ആ ഒരു തുള്ളി പതിച്ചു എന്നതിന് ബോധ്യപ്പെടും. പോയി 41 ദിവസം അത് തപസ്സിരിക്കും. ആ ഒരു തുള്ളി വെള്ളമാണ് മുത്തും പവിഴവും വൈഡൂര്യവും ഗോമേതകവും മരതകവുമായി മാറുന്നത്. ഞാറ്റുവേല സമയം അവർക്ക് തിരിച്ചറിയാൻ പറ്റും. പട്ടികൾക്ക് പോലും പ്രകൃതിയിലെ മാസങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ആനയ്ക്ക് കഴിയും, ജീവജാലങ്ങൾക്ക് കഴിയും. ഇതൊന്നും കഴിയാത്ത ജീവി മനുഷ്യൻ മാത്രമാണ്. നാരായണൻ്റെ രൂപം നരന് നൽകി, നാരായണിയുടെ രൂപം നാരിക്ക് നൽകി. ഈ പ്രപഞ്ചത്തിൽ ഇതിനപ്പുറത്തൊരു സൃഷ്ടിയില്ലെന്ന് മനസ്സിലായി. ജഗദീശ്വരന്മാരായി വന്നവർ പോലും മനുഷ്യരായി ജനിച്ച് ജീവിച്ച് കാണിച്ചു തന്നു. ഇത് മനസ്സിലാക്കാൻ ഇന്ന് സുനിത വില്യംസിനെ പോലെയുള്ള ലോകം ശ്രദ്ധിക്കുന്ന, സ്വന്തം പഞ്ചായത്തിൽ പോലീസുകാരൻ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തു വന്ന് അന്വേഷിച്ച് തിരിച്ചറിയാത്തവരാണ് ഇതിനെ വിമർശിക്കുന്നത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന, ലോക ശ്രദ്ധ നേടിയ ഈ സുനിത വില്യംസിനെ പോലെയുള്ള ഈശ്വരൻ അനുഗ്രഹിച്ച മഹാത്മാക്കൾ പറയുന്നു, പ്രകൃതി ശക്തിയാണ് ഞങ്ങളെ ചന്ദ്രനിൽ നിന്ന് ഇവിടെ എത്തിയത്. 9,87,00,000 മൈൽ അകലെയാണ് സൂര്യൻ. 12,45,00,000 മൈലുകൾക്കപ്പുറമാണ് ചന്ദ്രൻ. 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ നമ്മൾ പെടുന്ന പാട് നമുക്കറിയാം. ഇത് നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ പേടകം മനുഷ്യനെ വഹിച്ചുകൊണ്ട്. അവരെ പോലെയുള്ള ആളുകൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മളൊക്കെ പൂർണ്ണസമയം ആധ്യാത്മിക കാര്യത്തിന് ഇറങ്ങിയത് നമുക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണല്ലോ എന്ന് ചിന്തിക്കുന്നതും, ഇതറിയാത്ത ഒരു സമൂഹം ജാതിയും രാഷ്ട്രീയ ചിന്തയുമൊക്കെ കൈവടിഞ്ഞ് ഇലക്ഷൻ വരുമ്പോൾ ആർക്കെങ്കിലും വോട്ട് ചെയ്തോളൂ, ഏത് ജാതി ആയിക്കോളൂ, ഈ പ്രപഞ്ച സംസ്കാരത്തെ, പ്രപഞ്ച സത്യത്തെ നമ്മൾ തള്ളിക്കളയരുത്, അതിനെ നിരസിക്കരുത്. പണ്ട് പറയും, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നശിക്കും, വന്നിച്ചാൽ വലുതാവാം. ആ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കി നല്ല ഈശ്വരവിശ്വാസികളായും 14 ലോകവും നമ്മുടെ കൈപ്പടിക്കുള്ളിൽ ഒതുക്കി ജീവിച്ചവരാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും ശങ്കരാചാര്യരും അമ്മ അമൃതാനന്ദമയി ദേവിയും രവിശങ്കർജിയും ശ്രീരാമകൃഷ്ണ പരമഹംസനും ശുഭാനന്ദ ഗുരുദേവനുമെല്ലാം. അവരൊന്നും വലിയ സ്കൂളിലൊന്നും പോയി പഠിച്ചവരല്ല. പക്ഷേ പ്രപഞ്ചത്തെ ഉപാസിച്ചത് കൊണ്ട് അവർ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിലെ ഒരണുവിലും അണുവായി നമുക്ക്, വേദത്തിൽ പറയും അണോരണീയൻ മഹിതോ മഹിയൻ, അണുവിലും അണുവാണ്. ഒരു പീഡ ഒരു എറുമ്പിന് പോലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ച ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കൾ പറഞ്ഞു, ഈ പ്രകൃതി നമുക്ക് വശംവദയാകണമെങ്കിൽ മക്കളെ പോലെ ജീവിക്കണം. അപ്പോൾ ആ അമ്മ നമ്മളെ കൃപാകടാക്ഷത്തോടെ അനുഗ്രഹിക്കും. നമ്മൾ വലിയവരായി എന്ന് തോന്നിയാൽ മാതാപിതാക്കൾ പോലും ഇനി അവരുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് ചിന്തിക്കും. മറിച്ച് എന്നും എത്ര ഔന്നത്യത്തിലെത്തിയാലും അമ്മേ അച്ഛ എന്നൊക്കെ പറഞ്ഞൊന്ന് നമസ്കരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ അവരുടെ ഒരു കൃപ നമുക്ക് ലഭിക്കുന്നത് പോലെ അത് ഭൗതികമാണെങ്കിൽ, ആധ്യാത്മികമായി നമ്മൾ കാണുന്ന ഇപ്പോഴും കറുത്തപക്ഷമാണ്, ഇന്ന് സപ്തമിയാണ്. ആകാശത്ത് രാവിലെ 5 മണിക്ക് നോക്കിയാൽ നമുക്ക് ചന്ദ്രനെ കാണാം, 1 മണിക്കൂർ കഴിയുമ്പോൾ സൂര്യനെ കാണാം. ഈ വലിയ ശക്തിയുടെ മുന്നിൽ നമ്മളെ എത്രയോ നിസ്സാരം എന്ന് ചിന്തിച്ച് നല്ല നാമജപത്തോടും ഏതെങ്കിലും ഒരു വിഷയമെടുത്തൊരു BA നേടുന്നത് പോലെ, ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ സംസ്കൃതമോ എടുക്കാം, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്തമാറ്റിക്സോ എടുത്ത് BSc നേടാം. അതുപോലെ ഏതെങ്കിലും നമ്മുടെ ഒരു പുരാണ ഗ്രന്ഥം, അത് രാമായണമായിക്കോട്ടെ, ഭാഗവതമായിക്കോട്ടെ, ബ്രഹ്മാണ്ഡ പുരാണമായിക്കോട്ടെ, ദേവീ ഭാഗവതമായിക്കോട്ടെ, ശിവപുരാണമായിക്കോട്ടെ, ഈ ഒരു വിഷയം മാത്രം നമ്മൾ വായിച്ചും പഠിച്ചും ജപിച്ചും തപിച്ചും ജീവിച്ചാൽ പ്രപഞ്ചം സത്യമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്ന കാലത്ത് അവിടെയൊന്നും നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും പോയവരെ കാണുമ്പോൾ നമ്മൾ പോയതിന് തുല്യമാണ്. പോയവരെ കാണുമ്പോൾ
നമ്മളത് കണ്ടതിന് തുല്യമാണ്. ആകാശത്തിലൂടെ 400 പേരുമായി പോകുന്ന വിമാനം ഒരു ചെറിയ കൈവിരലിൻ്റെ നീളത്തിൽ താഴെ നിൽക്കുന്ന നമ്മൾ കാണുന്നത് അതും നമ്മളും തമ്മിലുള്ള ദൂരം കൊണ്ടാണ്. അതറിയണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് സഞ്ചരിക്കണം. ഇനി സഞ്ചരിക്കുന്നതിന് പൈസ ചിലവും സമയ ചിലവുമുണ്ട്. മറ്റൊരു സത്യം ഭാരതത്തിൻ്റെ ആചാര്യന്മാർ പറഞ്ഞു, അത്രയും പൈസ ചിലവാക്കി നീ അതൊന്നും അനുഭവിക്കണ്ട, അതിൽ പോയവർ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം പൈസ ചിലവില്ലാതെ സമയ ചിലവില്ലാതെ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കുന്നതിന് കാരണമാകും. അതല്ലാത്ത ഒരാൾ അതിനകത്ത് 400 പേരോ എൻ്റെ കൈയുടെ നീളം പോലും വിമാനത്തിനില്ലല്ലോ എന്ന് പറയുന്നവരാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും. അപ്പോൾ അത് വെടിഞ്ഞ് സത്യസന്ധമായി പ്രപഞ്ചത്തെ ആദരിച്ചാൽ, അനുസരിച്ചാൽ പ്രപഞ്ചമാതാവ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് സുനിത വില്യംസ് തെളിയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശാസ്ത്രം എത്ര ഉച്ചകോടിയിലെത്തിയാലും മനുഷ്യൻ്റെ ഒരു സറണ്ടറിങ്, സമർപ്പണം, ഒരു ഡെഡിക്കേഷൻ, ഒരു ഡിവോഷൻ അതുണ്ടാകാതെ പ്രപഞ്ചത്തിൽ ഒരാൾക്കും വിജയിക്കാൻ സാധിക്കില്ല എന്ന് സുനിത വില്യംസ് തെളിയിച്ചിരിക്കുകയാണ്.